ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വ്യോമ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടികളുമായി ഇന്ത്യ. ഭാർഗവാസ്ത്ര എന്ന പേരിൽ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു. റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം. അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകളെ തകർക്കാൻ പുതിയ പ്രതിരോധ സംവിധാനം. സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഭാർഗവാസ്ത്ര എന്ന പേര് നൽകിയിട്ടുള്ള സംവിധാനം വികസിപ്പിച്ചത്. ഒഡീഷയിലെ ഗോപാൽപൂരിൽ രണ്ടാമതും ബ്രഹ്മാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ആയുധത്തിന് 2.5 കിലോമീറ്റർ പരിധിയിലുള്ള ശത്രു ഡ്രോണുകളെ തകർക്കാനുള്ള ശേഷിയുണ്ട്. കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാനും ഇന്ത്യ ഒരുങ്ങുകയാണ്. പാകിസ്ഥാന്റെ വ്യോമ ആക്രമണങ്ങളെ ചെറുത്തതിൽ നിർണായക പങ്കുവഹിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. വ്യോമ പ്രതിരോധ ശേഷി അതിർത്തിയിലെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു പിന്നാലെ ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച സന്ദർശിക്കും. ഇന്ത്യ പാക് അതിർത്തി മേഖലയിലും പ്രതിരോധ മന്ത്രി നേരിട്ടെത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഏർപ്പെടുത്തുകയും വസതിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ച് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനും 3 സേനാ വിഭാഗം മേധാവിമാരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷം ഇതാദ്യമായി ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. 24 ഡൽഹി.